ഹലോ നമസ്കാരം, എല്ലാവർക്കും സൈലം പി എസ് സിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ ഓൾറെഡി കമ്പനി ബോർഡിൻ്റെ LGSൻ്റെ ഡേറ്റും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഓൾറെഡി നിങ്ങളോട് ഷെയർ ചെയ്തതാണ്. അപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഈ പരീക്ഷ എങ്ങനെയായിരിക്കും നടക്കുക, വിവിധ സ്റ്റേജുകളിലായിട്ടായിരിക്കുമോ നടക്കുക, ഇങ്ങനെയുള്ള കുറേ സംശയങ്ങൾ ഈ സമയത്ത് വന്നിരുന്നു. അപ്പോൾ അതിനുള്ള ക്ലാരിഫിക്കേഷൻ നമ്മുടെ PSC നമുക്ക് തന്നിട്ടുണ്ട്. നമ്മുടെ ലാസ്റ്റ് ഗ്രേഡ് സർവൻസ് ഡയറക്ട് റിക്രൂട്ട്മെൻറ്റ് കമ്പനി ബോർഡ് LGS പരീക്ഷ എങ്ങനെ നടക്കും, ഏത് വിധേയമായിരിക്കും നടക്കുക എന്നുള്ളത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. നോക്കിയേ, നമ്മുടെ വേരിയസ് ഗവൺമെൻറ് ഓൺഡ് കമ്പനി ബോർഡ് വകുപ്പുകളിലേക്കുള്ള ലാസ്റ്റ് ഗ്രേഡ് സർവൻസിൻ്റെ പരീക്ഷ നടക്കുന്നത് 18/7/2026 നമ്മൾ പറഞ്ഞിരുന്നു. ഇത് 2 സ്റ്റേജുകളിലായിട്ടായിരിക്കും നടക്കുക. 2 സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് ഡേയ്സിലല്ല. നോക്കൂ, സ്റ്റേജ് 1 കാരെന്ന് പറയുന്നത് രാവിലെ 10 മണി മുതൽ 11:35 വരെ ആയിരിക്കും ഫസ്റ്റ് സ്റ്റേജുകാരുടെ പരീക്ഷ. സെക്കൻഡ് സ്റ്റേജ് ദ സെയിം ഡേ, അതേ ദിവസം തന്നെ ഉച്ചയ്ക്ക് 1:30 മുതൽ 3:05 വരെ ആയിരിക്കും സെക്കൻഡ് സ്റ്റേജിൻ്റെയും പരീക്ഷ. അതായത് ഡേറ്റിന് വ്യത്യാസമൊന്നുമില്ല. 18/7/2026 ശനിയാഴ്ച ദിവസം നമ്മളുടെ പരീക്ഷ നടക്കും. പരീക്ഷ നടക്കുന്നത് 2 സ്റ്റേജുകളിലായിട്ടാണ്. ദ സെയിം ഡേയിൽ തന്നെ അതേ ദിവസം തന്നെ 2 സ്റ്റേജുകളിലായിട്ട് നടക്കും. രാവിലത്തെ മോർണിംഗ് സെഷനും ഉണ്ടാവും, അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷമുള്ള സെക്കൻഡ് സ്റ്റേജും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ രാവിലത്തെ സെഷനായിരിക്കാം, ചിലപ്പോൾ ഉച്ചക്കലത്തെ സെഷനായിരിക്കാം. അപ്പോൾ 2 സ്റ്റേജുകളായി തന്നെയാണ് പരീക്ഷ നടക്കുക. ഡേറ്റ് എന്ന് പറയുന്നത് 18/7/2026 തന്നെയാണ്. ഫസ്റ്റ് സ്റ്റേജുകാർക്ക് സമയം എന്ന് പറയുന്നത് 10 മണി മുതൽ 11:35 വരെ ആയിരിക്കും സ്റ്റേജ് 1കാരുടെ പരീക്ഷ. സ്റ്റേജ് 2വിൻ്റെ പരീക്ഷ എന്ന് പറയുന്നത് നോക്കൂ, 1:30 മുതൽ 3:05 വരെ ആയിരിക്കും പരീക്ഷ നടക്കുക. ഇത് കമ്പനി ബോർഡ് LGSനും അതുപോലെ തന്നെ ബെഫ്കോ LDക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കും ഈ ഒരു സ്റ്റേജ് ബാധകമാണ്. അതായത് രണ്ടും ഒരേ ദിവസം തന്നെയാണ്. ഇതേപോലെ തന്നെ സ്റ്റേജ് 1 സ്റ്റേജ് 2 സെയിം ഡേയിൽ രാവിലത്തെ സെഷനും ഉച്ചക്കലത്തെ സെഷനുമായിട്ടായിരിക്കും പരീക്ഷ ഉണ്ടാവുക. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര സംശയം ഉണ്ടായിരുന്ന ഒരു കാര്യമാണ് അല്ലേ. അപ്പോൾ നിങ്ങൾ നോക്കൂ, കമ്പനി ബോർഡ് LGS പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ, ഞാൻ ഇനി എത്ര നന്നായി പഠിക്കണമെന്ന് ഒരു ബോധ്യം വരണമെന്നുണ്ടെങ്കിൽ നോക്കൂ, കഴിഞ്ഞ കമ്പനി ബോർഡ് LGSൻ്റെ അഡ്വൈസ് ഡീറ്റെയിൽസ് നോക്കിയാൽ അതിനകത്ത് ഏറ്റവും വലിയ അട്രാക്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. നോക്കൂ, കഴിഞ്ഞ കമ്പനി ബോർഡ് LGSന് ടോട്ടലായി പോയിട്ടുള്ള അഡ്വൈസുകളുടെ എണ്ണം എന്ന് പറയുന്നത് 2948. അതായത് 3000ഓളം അഡ്വൈസുകൾ ഇതുവരെ കമ്പനി ബോർഡ് LGSന് പോയിട്ടുണ്ട്. അതായത് നോക്കൂ, ലാസ്റ്റ് അഡ്വൈസ് പോയിട്ടുള്ളത് 27/4/2026 അതായത് ഈ കഴിഞ്ഞ ഏപ്രിൽ 27 വരെ ലാസ്റ്റ് അഡ്വൈസ് പോയിട്ടുണ്ട്. 2948 അഡ്വൈസുകൾ ഇതിനോടകം തന്നെ പോയിട്ടുണ്ട്. അതായത് ഈ ഒരു പരീക്ഷയുടെ വലിയൊരു സാധ്യത എന്ത് എന്നുള്ളത് നമുക്ക് കൃത്യമായി ബോധ്യമാകുന്നൊരു രീതിയിലാണ് ഈ പരീക്ഷ നടക്കാനായിട്ട് പോകുന്നത്. ഇപ്പോൾ തന്നെ കഴിഞ്ഞ കമ്പനി ബോർഡ് LGSന് 2948 പേരെ ഇതിനോടകം തന്നെ എടുത്തു കഴിഞ്ഞു. അപ്പോൾ പുതിയ പരീക്ഷയ്ക്ക് വലിയൊരു സാധ്യതയുണ്ട്. കാര്യം റിട്ടയർമെൻറ്റ് റേറ്റൊക്കെ വളരെ കൂടുതലാണ് ഈ വരുന്നതിലും. അതുകൊണ്ട് തന്നെ കൂടുതൽ ആൾക്കാരെ ഇനിയും ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും ഈ ഒരു വകുപ്പിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് റിക്രൂട്ട്മെൻറ്റ് നടക്കുക. അപ്പോൾ നിങ്ങൾ കൃത്യമായൊരു പഠന സ്ട്രാറ്റജി വേണം. കാര്യം ഏതൊരു സ്വപ്നത്തിനും കൃത്യമായൊരു തീരുമാനമെടുക്കുന്നൊരു സമയം വളരെ പ്രധാനമാണ്. എസ്പെഷ്യലി നമ്മൾ കേരള PSC പോലെയുള്ള ഒരു മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് തീരുമാനം എടുക്കുന്ന സമയമെന്ന് പറയുന്നത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഗംഭീരമായൊരു തീരുമാനം വളരെ പെട്ടെന്ന് തന്നെ എടുക്കണം. അതായത് ഇനി നമുക്ക് അതിനുവേണ്ടി വലിയൊരു സമയമൊന്നുമില്ല. നമ്മുടെ എക്സാം എന്ന് പറയുന്നത് 18/7/2026 എന്ന് നമുക്ക് ഓൾറെഡി അറിയാം. അതായത് ഇനി നമുക്ക് മുമ്പിലുള്ളത് കേവലം ഒരു 2 മാസം കഷ്ടിച്ച് നമുക്ക് കിട്ടും. അപ്പോൾ 2 മാസത്തിൽ ഇനി ഇത് കിട്ടുമോ, ഇനി ഞാൻ പഠിച്ചിട്ട് കാര്യമുണ്ടോ എന്ന് ചിന്തിക്കുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ടാകും അല്ലേ. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ സൈലം PSCയുടെ തന്നെ വലിയ ബാച്ചുകൾ, അതായത് ഈ പറയുന്ന സൈലം PSCയുമായി ബന്ധപ്പെട്ട് കമ്പനി ബോർഡ് LGSൻ്റെ 2 ലോങ് ടൈം ബാച്ചുകൾ ഓൾറെഡി നമ്മൾ റൺ ചെയ്യുന്നുണ്ട്. അത് 2ഉം വിജയകരമായി നമ്മൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കമ്പനി ബോർഡ് LGSന് വേണ്ടി നമ്മളിപ്പോൾ ഒരു പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കമ്പനി ബോർഡ് LGSൻ്റെ പ്രിലിംസ് കം മെയിൻസ് ക്രാഷ് ബാച്ചാണ് അതോടെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. പ്രിലിംസ് കം മെയിൻസ് ക്രാഷ് ബാച്ചാണ്. അപ്പോൾ പ്രിലിമിനറിക്കും അതിനുശേഷം വരുന്ന മെയിൻസ് പരീക്ഷയ്ക്കും തയ്യാറെടുക്കുന്നവർക്ക് ഇതൊരു ക്രാഷ് ബാച്ച് ആയിരിക്കും. കമ്പനി ബോർഡ് LGSൻ്റെ ക്രാഷ് ബാച്ച് ആയിരിക്കും. 999 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്ന ഈ 2 മാസം നല്ല ഉപയോഗപ്പെടുത്തി പഠിച്ച് നിങ്ങളുടെ സ്വപ്ന ജോലിയിലേക്ക് എത്താൻ ഈ ഒരു ബാച്ച് നന്നായി മതിയാകും. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ,
ശരിയായ ഒരു തീരുമാനം എടുക്കുക എന്നതാണ് ഇനി നിങ്ങൾ ചെയ്യേണ്ട ആകെ ഉത്തരവാദിത്വം. നമ്മുടെ മറ്റ് ആശങ്കകളും സംശയങ്ങളും എല്ലാം മാറി. പരീക്ഷ എങ്ങനെ വരും, പരീക്ഷ ഏത് രീതിയിലായിരിക്കും എന്നുള്ള കാര്യമൊക്കെ നമുക്ക് ഓൾറെഡി മാറിക്കഴിഞ്ഞു. ഇനി നമുക്ക് നോക്കേണ്ടത്, നമുക്ക് മനസ്സിലായി സ്റ്റേജ് 1ഉം സ്റ്റേജ് 2ഉമായിട്ടാണ് ഒരേ ദിവസം തന്നെയാണ് പരീക്ഷ. സ്റ്റേജ് 1 രാവിലെയും സ്റ്റേജ് 2 ഉച്ചയ്ക്ക് ഉള്ള സെഷനിലും ആയിരിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി വേണ്ടത് കൃത്യമായി പഠിക്കുക എന്നുള്ളൊരു തീരുമാനമാണ് നമ്മൾ എടുക്കാനായിട്ട് ഉള്ളത്. അതുപോലെ നമുക്കറിയാം കേരള PSCയുടെ മറ്റ് ചില പരീക്ഷകൾ, അതായത് ഫയർമാൻ, ഫയർ വുമൺ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളും ഇവിടെ ഉണ്ടാകും അല്ലേ. ഫയർമാൻ അതുപോലെ തന്നെ ഫയർ വുമൺ എന്നീ പരീക്ഷകളുടെയും ഡേറ്റ് 4/7/2026 വരിക. പരീക്ഷാ സമയം സാധാരണ ഉള്ളതുപോലെ തന്നെ 1:30 മുതൽ 3:20 വരെ ആയിരിക്കും നമ്മളുടെ പരീക്ഷാ സമയം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ കാര്യത്തിന് ഒരു തീരുമാനമായി. അതായത് നമ്മുടെ ഫയർമാൻ, ഫയർ വുമൺ എന്നീ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും തീർച്ചയായിട്ടും അവരുടെ ഡേറ്റും വന്നിട്ടുണ്ട്. നിങ്ങൾക്കും ഒരു 1-1.5 മാസം അല്ലെങ്കിൽ 2 മാസത്തിനകത്ത് നിങ്ങൾക്കും പഠിച്ചു തീർക്കാനായിട്ടുണ്ട്. പക്ഷേ തീർച്ചയായിട്ടും ഈ 2 മാസം തന്നെ വളരെ ധാരാളമാണ്. നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ നമുക്കൊരു എക്സാം പാസ്സാവത്തക്ക രീതിയിൽ പഠിച്ചെടുക്കാൻ വളരെ നല്ലൊരു ടൈം തന്നെ ഇപ്പോഴും ഉണ്ട്. പക്ഷേ വൈകാൻ പാടില്ല. അപ്പോൾ കമ്പനി ബോർഡ് അതുപോലെ തന്നെ ഫയർ വുമൻ ആൻഡ് ഫയർ മാൻ പരീക്ഷ നമുക്കറിയാം. ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ സ്പെഷ്യൽ ടോപ്പിക് റെക്കോർഡഡ് ബാച്ച് നമുക്കറിയാം. സ്പെഷ്യൽ ടോപ്പിക്കാണ് യൂണിഫോം പോസ്റ്റുകൾക്ക് വളരെ പ്രധാനപ്പെട്ടൊരു ഭാഗമാണ്. അപ്പോൾ അതിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ഒരു റെക്കോർഡഡ് ബാച്ച് ഓൾറെഡി നമ്മുടെ സൈലം PSCയിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. റെക്കോർഡഡ് ബാച്ചാണ്. 899 രൂപയാണ് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിനുള്ള ഫീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫയർ ആൻഡ് ഫയർ വുമൺ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരും വിഷമിക്കേണ്ട, എത്രയും വേഗം കോഴ്സ് പർച്ചേസ് ചെയ്തോളൂ. നിങ്ങൾക്ക് ഏറ്റവും വലിയ ബാലികേറ മല എന്ന് നിങ്ങൾ ചിന്തിക്കുന്ന നിങ്ങളുടെ സ്പെഷ്യൽ ടോപ്പിക് പോർഷൻസ് പഠിക്കാനായിട്ട് ഗംഭീരമായ ക്ലാസ്സുകളാണ് ഇതിനകത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അപ്പോൾ പരീക്ഷാ ഡേറ്റ് അവരും മറക്കണ്ട. നിങ്ങളുടെ പരീക്ഷാ ഡേറ്റ് വരുന്നത് എന്നാണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 4/7/2026 നിങ്ങൾക്ക് ഫയർമാൻ, ഫയർ വുമൺ എന്നിവർക്കുള്ള പരീക്ഷ എന്ന് പറയുന്നത്. അതുപോലെ കമ്പനി ബോർഡ്, LGS, ബെഫ്കോ, LD തുടങ്ങിയ പരീക്ഷകൾ തയ്യാറെടുക്കുന്നവരും മറക്കണ്ട. നിങ്ങളുടെ ഡേറ്റ് എന്ന് പറയുന്നത്, എക്സാം ഡേറ്റ് എന്ന് പറയുന്നത് 18/7/2026, അതായത് 2026 ജൂലൈ മാസത്തിൽ 18-ാം തീയതി നിങ്ങളുടെ പരീക്ഷ നടക്കും. 2 സ്റ്റേജുകളായിട്ടാണ് നടക്കുക. രാവിലത്തെ സെഷൻ ഉണ്ട് 10 മണി മുതൽ 11:35 വരെ സ്റ്റേജ് 1ഉം അതിനുശേഷം 1:30 മുതൽ 3:05 വരെ സ്റ്റേജ് 2ഉമായിട്ടായിരിക്കും പരീക്ഷ നടക്കുക. അപ്പോൾ മറക്കണ്ട, നിങ്ങൾക്കും തയ്യാറെടുക്കാൻ നല്ലൊരു ടൈം ഇപ്പോഴുമുണ്ട്. പക്ഷേ അധികം വൈകരുത്. അപ്പോൾ കമ്പനി ബോർഡ് LGSന് തയ്യാറെടുക്കുന്നവർക്ക് ഇനി എന്താണ് ചെയ്യേണ്ടത്, ഇനി ഞങ്ങൾ എന്താണ് പോകേണ്ടത്, എങ്ങോട്ടാണ് ചെല്ലേണ്ടത്, ഇനി പഠിച്ചാൽ മതിയാകുമോ എന്നൊക്കെ ചിന്തിക്കുന്നവരോടാണ് പറയാനുള്ളത്. നമ്മുടെ സൈലം PSC അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികളെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് നമ്മുടെ കമ്പനി ബോർഡ് LGSൻ്റെ ഒരു പ്രിലിംസ് കം മെയിൻസ് ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് നിങ്ങളുടെ പരീക്ഷാ കാലയളവ്, അതായത് നിങ്ങളുടെ മെയിൻസ് പരീക്ഷാ കാലയളവ് വരെ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് സ്വതന്ത്രമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. 999 രൂപയ്ക്ക് നിങ്ങളുടെ സ്വപ്ന ജോലിയിലേക്ക് എത്താൻ പറ്റും. പക്ഷേ ഗംഭീരമായൊരു തീരുമാനം ഇപ്പം തന്നെ എടുത്തോളൂ. കാര്യം നമുക്കിനി 2 മാസം കഷ്ടിച്ച് സമയമുണ്ട് എന്ന് കൂട്ടിക്കോളൂ. അപ്പോൾ എത്രയും വേഗം കമ്പനി ബോർഡ് LGSന് ഇനിയും തയ്യാറെടുത്ത് തുടങ്ങാത്തവർ നിങ്ങളുടെ പരീക്ഷ പ്രിപ്പറേഷൻസിലേക്ക് എത്തിക്കോ. സമയമായി കഴിഞ്ഞു. എല്ലാ ക്ലാരിഫിക്കേഷനും PSC തന്നിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ മനോഹരമായ കാര്യങ്ങളും വിവരങ്ങളും ക്ലാസ്സുകളുമായിട്ട് നമുക്ക് നേരിട്ട് ക്ലാസ്സിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും കാണാം. താങ്ക്